കേരള കോൺഗ്രസ് എം UDF ബന്ധം വിടുന്നു. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കാനാണ് തീരുമാനം. കോൺഗ്രസിന്റെ അനുരഞ്ജന നീക്കങ്ങളോട് കേരള കോൺഗ്രസ് എം സഹകരിക്കില്ല. കേരള കോൺഗ്രസ് എം ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസിനോടുള്ള പ്രതിഷേധ സൂചകമായി UDF ബന്ധം തൽക്കാലത്തേക്ക് വിടാനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം. ഒരു മുന്നണിയുടെയും ഭാഗമാകാതെ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരിക്കും. ഇന്നലെ ചേർന്ന MLA-മാരുടെ യോഗത്തിൽ ഇക്കാര്യത്തിൽ ധാരണയായി. PJ ജോസഫും പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കും. പ്രത്യേക ബ്ലോക്കായിരിക്കുന്നതിനെ തുടക്കത്തിൽ അനുകൂലിക്കാതിരുന്ന ജോസഫിനെ KM മാണി അനുനയിപ്പിക്കുകയായിരുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ ചരൽക്കുന്നിൽ നടക്കുന്ന പാർട്ടി ക്യാമ്പിൽ തീരുമാനം പ്രഖ്യാപിക്കും. എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ UDF ഭരണത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കരുതെന്നാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം. അതായത് കേരള കോൺഗ്രസ് എം പിന്തുണ പിൻവലിച്ച് UDF ഭരണസമിതികളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കില്ല. KM മാണിയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നടത്തിയ ശ്രമങ്ങൾ ഫലം കണ്ടില്ല. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും KM മാണി വഴങ്ങിയില്ല. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി അനുരഞ്ജന ശ്രമങ്ങൾ തുടരും. മാണി സാറ് ഞങ്ങളുടെ എല്ലാം വളരെ സീനിയറായ സുഹൃത്തും സഹപ്രവർത്തകനുമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കും. ഭാവിയിൽ ഒന്നിലധികം രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വാതിൽ തുറന്നിടുകയാണ് KM മാണി. കോൺഗ്രസുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ വീണ്ടും UDF-ലേക്ക് മടങ്ങിയെത്താം. അല്ലെങ്കിൽ LDF, NDA മുന്നണികളിലൊന്നുമായി സഹകരിക്കാം. പക്ഷേ UDF വിട്ട് മറ്റൊരു മുന്നണിയിലേക്ക് പോകുന്നതിനെ PJ ജോസഫ് അനുകൂലിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസ് എം UDF-ലേക്ക് മടങ്ങിയെത്താനാണ് സാധ്യത. CG കടയ്ക്കൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. മുന്നണി നേതാക്കൾക്ക് അനുരഞ്ജന ചർച്ചകൾക്കുള്ള സാധ്യതകൾ പോലും ഒഴിവാക്കി KM മാണി പോയത് 4 ദിവസത്തെ ധ്യാനത്തിനായാണ്. ഇനി വ്യാഴാഴ്ച വരെ മാണി കോട്ടയം കളത്തിപ്പടിയിലുള്ള ധ്യാന കേന്ദ്രത്തിലായിരിക്കും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രാവിലെ വിളിച്ചപ്പോൾ പിന്നീട് ബന്ധപ്പെടാമെന്ന് മറുപടി നൽകിയെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥനകൾ തുടങ്ങിയിരുന്നു. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി അനുരഞ്ജന ചർച്ചയ്ക്ക് KM മാണിയെ കാണാനിരുന്നതാണെങ്കിലും ഇനി വ്യാഴാഴ്ച വരെ അതും നടക്കില്ല. പിന്നെ വെള്ളിയാഴ്ച മാത്രം. ശനി ഞായർ ദിവസങ്ങളിലാണ് ചരൽക്കുന്നിൽ പാർട്ടിയുടെ നിർണായക പഠന ക്യാമ്പ്. ചരൽക്കുന്ന് ക്യാമ്പിന് മുൻപ് ഇനി കൂടുതൽ ഉഭയകക്ഷി അനുരഞ്ജന ചർച്ചകൾ വേണ്ടെന്ന കേരള കോൺഗ്രസ് എം നേതാക്കളുടെ നിലപാട് കൂടിയാണ് KM മാണിയെ ഇവിടെ സ്വസ്ഥമായിരിക്കാൻ പ്രേരിപ്പിച്ചത്. MLA-മാരുമായും MP-മാരുമായും നേരിട്ട് സംസാരിച്ച് കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ചരൽക്കുന്ന് ക്യാമ്പിലല്ലാതെ അദ്ദേഹം കൂടുതൽ സംസാരിക്കാനും ഇടയില്ല. കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാവി രാഷ്ട്രീയ നിലപാടുകൾ സംബന്ധിച്ച സുപ്രധാന തീരുമാനവുമായിട്ടായിരിക്കും വ്യാഴാഴ്ച പാർട്ടി ചെയർമാൻ KM മാണി ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പുറത്തുവരിക. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുകയാണോ വേണ്ടത്, മുന്നണി വിടണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായി അദ്ദേഹം വ്യാഴാഴ്ച പുറത്തെത്തുമെങ്കിലും ശനി ഞായർ ദിവസങ്ങളിൽ ചരൽക്കുന്നിൽ നടക്കുന്ന സംസ്ഥാന നേതൃക്യാമ്പിലെ ആ തീരുമാനം പ്രഖ്യാപിക്കുകയുള്ളൂ. ക്യാമറമാൻ ജോം ടിക്കയ്ക്കൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം. മാണി വിഭാഗം മാറിയിരിക്കുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ആന്റണി രാജു, CPM സംസ്ഥാന സമിതി അംഗം VN വാസവൻ, കേരള കോൺഗ്രസ് J വിഭാഗം ചെയർമാനും UDF സെക്രട്ടറിയുമായ ജോണി നെല്ലൂർ എന്നിവർ. അല്പസമയത്തിനകം രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജും ഈ ചർച്ചയിൽ പങ്കെടുക്കും.